തൊഴിലാളികൾക്കായി പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ച ദുബായ് സർക്കാർ മൊത്തം 5 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങൾ ഉൾപ്പെടെയാണ് ബ്ലൂ കോളർ തൊഴിലാളികൾക്കായി ആഘോഷം സംഘടിപ്പിച്ചത്. ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ അണിനിരന്ന ആഘോഷത്തിൽ ദുബായിലെ 5 കേന്ദ്രങ്ങളിലായ ആയിരക്കണക്കിന് പേരാണ് പങ്കാളികളായത്. ദുബായ് സർക്കാർ തൊഴിലാളികൾക്കായി ഒരുക്കിയ പുതുവത്സര ആഘോഷത്തിലാണ് ഞാനുള്ളത്. തൊഴിലാളികൾക്ക് സന്തോഷിക്കാനായി ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ദുബായിൽ തന്നെ 7 കേന്ദ്രങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിൽ 5 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളാണ് ഇവിടെ തൊഴിലാളികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. 2 കാറുകൾ, 100ഓളം ഫോണുകൾ, അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്ന തൊഴിലാളികൾക്കായി ദുബായ് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോളിവുഡിൽ നിന്ന് ഒരുപാട് നടീനടന്മാർ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാനായി എത്തുന്നുണ്ട്. ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ, അതുപോലെ തന്നെ ഗായിക കനിക കപൂർ, നടന്മാരായ റോമൻ ഖാൻ, വിശാൽ കോട്ടിയൻ, ഗായകനും സംവിധായകനുമായ രോഹിത് ശ്യാം റൌട്ട്, അങ്ങനെ നിരവധി പേരാണ് ഈ ഒരു ആഘോഷത്തിൽ അതിഥികളായി എത്തുന്നത്. ഒരു പക്ഷേ GCCയിൽ തന്നെ, ഗൾഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ തന്നെ ഈ തൊഴിലാളികൾക്കായി ഇത്രയും വലിയൊരു പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അൽക്കൂസാണ്. ഈ ഒരു ആഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം. 7 സ്ഥലങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം അൽക്കൂസാണ്. ഇവിടെ തന്നെ 10,000-ലധികം ആളുകളാണ് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഉച്ച മുതൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാത്രിയോളം നീളുന്ന ആഘോഷത്തിൽ നിരവധി പരിപാടികളുണ്ട്. തുടർച്ചയായി നിരവധി പരിപാടികളാണ് ഇവിടെ ദുബായ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ GDRFA ആണ് ദുബായ് സർക്കാരിന് വേണ്ടി ഇത്രയും വലിയൊരു ആഘോഷം തൊഴിലാളികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇത്രയും വലിയൊരു പുതുവത്സര ആഘോഷം ദുബായിൽ നടക്കുമ്പോൾ ലോകത്തിന്റെ തന്നെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി ദുബായിലേക്ക് എത്തിച്ചേരുമ്പോഴും ദുബായിലുള്ള പല തൊഴിലാളികൾക്കും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാൻ സാധിക്കാറില്ല, പല കാരണങ്ങൾ കൊണ്ട് തന്നെ. പക്ഷേ ഇത്തരം ആളുകളും കൂടി ദുബായിലെ ആഘോഷങ്ങളുടെ ഭാഗമാകണം എന്നുകൂടി പറയുകയാണ് ദുബായ് സർക്കാർ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ. ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും സാമ്പത്തികമായടക്കം ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഇത്തരം പരിപാടികളിലൂടെ ദുബായ് സർക്കാർ ഒരുക്കുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ തുടങ്ങി ലോകത്തിന്റെ തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് മലയാളികളുണ്ട്. ഹായ്, നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂര്, ചാലക്കുടി. എന്താ പേര്? മനു. എങ്ങനെയുണ്ട് ഈ ഒരു ആഘോഷം? ഇത് വമ്പൻ ഇതാണ്. ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടി ചെയ്യണ ഒരു സംഭവമാണ്. ഞങ്ങൾ വന്നിട്ടുള്ളൂ കാണാൻ. ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെയാണ്. എന്താ പേര്? ധന്യ. എങ്ങനെയുണ്ട് ഈ ഒരു സെലിബ്രേഷൻ ഒക്കെ കണ്ടിട്ട്? കുഴപ്പമില്ല, നല്ല. ഞങ്ങളിപ്പോ വന്നോളൂ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇവിടെ. ഫസ്റ്റ് ടൈമാണോ ദുബായില്? അല്ല, ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ടൈമാന്ന് തോന്നുന്നു. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ. ഇത്രയും വലിയൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇവിടെ. 5 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പോ പ്രതീക്ഷയിലാണ്. അതെ. എന്താ മോന്റെ പേര്? എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? Your name? My name is Jayanta. Jayanta. You are from? Mangalore, Karnataka. Mangalore. How is this New Year celebration? Good. Good. I am now 43 years. 43 years. Oh. Here come first time. I am staying here nearby. ദുബായ് എന്ന മഹാനഗരം കെട്ടിപ്പടുക്കുന്നതിന് പിന്നിൽ തൊഴിലാളികളുടെ കഠിനാധ്വാനവും അവരുടെ വിയർപ്പും ഉണ്ടെന്ന് ഓരോ ഘട്ടത്തിലും ഓർക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. അതിന്റെ തെളിവാണ് ഓരോ ആഘോഷങ്ങളിലും ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളെ പോലും ചേർത്ത് പിടിക്കുന്ന സർക്കാരിന്റെ ഈ ഒരു സമീപനം. അക്ഷയ് പരാവ്, മീഡിയ 1, ദുബായ്.